പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു അല്ലേ? എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 71-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: എൻ്റെ വായ് കർത്താവിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ കർത്താവിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇടവിടാതെ കർത്താവിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ പകൽക്കാലം ദൈവിക മഹിമ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ബലഹീനതകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പ്രത്യേകിച്ച് തലവേദന മാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ്ലി മാറി അവർ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്സും അമേൻ അമേൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ ബലഹീനതകൾ മാറട്ടെ. ശാരീരിക ശക്തി പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ജോലിയിലെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. കർത്താവേ, പ്രത്യേകിച്ച് പഠിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഒക്കെ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള വഴികൾ തുറന്നു വരട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹം തക്ക സമയം നടക്കട്ടെ. ഈ വെള്ളിയാഴ്ച കർത്താവെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധന അനുഗ്രഹിക്കുന്നു. വലിയ ദൈവിക ഗ്ലോറി വ്യാപരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പറയുന്നു: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ആലോചന, ഒരു ഇൻസ്ട്രക്ഷൻ ദൈവസഭയ്ക്ക് ഈ പ്രഭാതത്തിൽ നൽകുകയാണ്. ആമേൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ആ വചനത്തെ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, അതായത് ഒത്തിരി ആളുകൾ അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. പ്രമോഷനുകൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിലുകൾ ഓപ്പൺ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു അസാധാരണമായ ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിക്കുന്ന ദൈവിക ജ്ഞാനം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം എന്താണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ? അതായത് ദൈവികമായ കാര്യങ്ങളെ ഡെയിലി ലൈഫിൽ തക്ക സമയത്ത് ഉപയോഗിക്കുന്നതാണ് ആമേൻ ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ദൈവിക ജ്ഞാനം നമ്മളെ, ഒരു ഭർത്താവിനെ, ആ കുടുംബത്തെ വേണ്ടുന്നവണ്ണം നടത്തുവാൻ സഹായിക്കും. ദൈവിക ജ്ഞാനം ഒരു ഭാര്യയെ കുടുംബത്തെ പണിയുവാൻ സഹായിക്കും. ഒരു പാസ്റ്ററിനെ വേണ്ടുന്നവണ്ണം സഭയെ നടത്തുവാൻ സഹായിക്കും.
അപ്പം ഇതിനൊക്കെ ആവശ്യമായത്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണോ ആ വിദ്യാർത്ഥിക്ക് വേണ്ടുന്നവണ്ണം പഠിക്കുവാൻ, ഒരു ബിസിനസ്സുകാരനാണോ ആ ബിസിനസ് വേണ്ടുന്നവണ്ണം ചെയ്യുവാനൊക്കെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കൾ കൺഫ്യൂസ്ഡായി പോകുവാൻ, ബ്രേക്ക് ഡൗൺ ആയി പോകുവാൻ, ദിശ തെറ്റിപ്പോകുവാൻ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എപ്പോഴും നമുക്ക് ആവശ്യമായ ജ്ഞാനം തരുവാൻ കർത്താവ് തയ്യാറാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ബിലീവേഴ്സിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അത് ചോദിക്കാറില്ല. നമ്മൾ ചോദിക്കത്തില്ല. ചിലർ ചോദിക്കുന്നത് എങ്ങനെ, അത്ര വിശ്വാസത്തോടെ ചോദിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ യാക്കോബിൻ്റെ ലേഖനം ചിതറി പാർക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. ഭയങ്കര കൺഫ്യൂഷനും ഒക്കെ പോകുന്നതിന് നടുവിൽ യാക്കോബ് അപ്പോസ്തലൻ അവരെ യഥാർത്ഥമായ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുക. അവിടെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്തിനു വേണ്ടിയാണ്? ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയുവാൻ, ദൈവിക തീരുമാനങ്ങൾ എടുക്കുവാൻ, അനാവശ്യമായ വാഗ്വാദങ്ങളും വഴക്കുകളും ഒഴിവാക്കുവാൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ, ഫൈനാൻസിനെ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ, കുഞ്ഞുങ്ങളെ വേണ്ടുന്നവണ്ണം ഉയർത്തിക്കൊണ്ടുവരുവാൻ, ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യുവാൻ എന്തു വേണം? ദൈവിക ജ്ഞാനം. അതിനാണ് പറഞ്ഞ് ചോദിക്കാൻ. എന്താണ് ദൈവിക ജ്ഞാനമെന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവിക മനസ്സിനെ അറിയുന്നതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അതായത് സമയത്തെ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അത് ദൈവിക വചനത്തെ അല്ലെങ്കിൽ ദൈവിക സത്യത്തെ യഥാർത്ഥമായി അപ്ലൈ ചെയ്ത് ജയകരമായി പോകുന്നതാണ് ദൈവിക ജ്ഞാനം. അപ്പം നല്ല തീരുമാനങ്ങൾ, ദൈവിക തീരുമാനങ്ങൾ എടുക്കുവാൻ ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് അങ്ങയുടെ ജ്ഞാനം എന്നിൽ വ്യാപരിക്കട്ടെ. നോളേജ് എന്ന് പറയുന്നത്, അറിവുണ്ട്, ദൈവിക ജ്ഞാനമുണ്ടല്ലോ. അറിവെന്ന് പറയുമ്പോൾ അറിവ് പറയുക, വാക്കുകൾ വളരെ പവർഫുള്ളാണെന്ന് പറയും. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം എന്തു വാക്കാണ് സംസാരിക്കേണ്ടതെന്നും എപ്പോഴാണ് മിണ്ടാതിരിക്കണമെന്നും നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. മനുഷ്യൻ അല്ലെങ്കിൽ ലോകത്തിലെ ജ്ഞാനം പറയും പൈസ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെ പൈസയെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാമെന്നും നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് പറയുക, ചോദിക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. ഒരു രാത്രിയാണ്, വഴിയുണ്ട് പക്ഷേ ഹെഡ്ലൈറ്റ് ഇല്ല. വഴിയുണ്ട് പക്ഷേ ലൈറ്റില്ല. ലൈറ്റില്ലാതെ പോകുമ്പോൾ എന്ത് പറ്റും? ഒന്നും കാണാൻ പറ്റത്തില്ല ക്ലിയർലി. മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷങ്ങളും വളരെ പേടിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. കാരണം മുന്നോട്ട് പോകാൻ വഴിയുണ്ട് പക്ഷേ വഴി അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റാണ്. അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള വഴി കാണിച്ചു തരും. ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ പലതും ക്രാഷായി പോകാൻ സാധ്യതയുണ്ട്, കൊളാപ്സായി പോകാൻ സാധ്യതയുണ്ട്, സ്ട്രഗിൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. പല ബന്ധങ്ങൾ ബ്രേക്കായി പോകാൻ സാധ്യതയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ താമസം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം. ഉദാഹരണത്തിന് വീണ്ടും ശലോമോൻ താൻ രാജാവാകുമ്പോൾ മിലിറ്ററി പവർ വേണമെന്ന് പറഞ്ഞില്ല, ആയുധങ്ങൾ വേണമെന്ന് പറഞ്ഞില്ല. താൻ ചോദിച്ചു, കർത്താവേ ജ്ഞാനം തരണം. ഇന്ന് നമ്മളും ചോദിക്കണം, കർത്താവേ എൻ്റെ കുടുംബത്തെ വേണ്ടുന്നവണ്ണം നടത്തുവാൻ ദൈവം എനിക്ക് ജ്ഞാനം തരണം. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ അങ്ങ് എനിക്ക് ജ്ഞാനം തരണം. എന്ത് ചെയ്യണം? 1 ചോദിക്കണം, 2 വിശ്വാസമുള്ളവരായിരിക്കണം, 3 ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം, 4 ഒരു കാരണവശാലും എന്തുണ്ടാകില്ലേ? അഹങ്കാരം, എനിക്കെല്ലാം അറിയാം എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകില്ലേ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ കാര്യങ്ങളെ ഉയർത്തി കർത്താവിനോട് ചോദിച്ച, കർത്താവേ ഇന്നത്തെ പകൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ ചെയ്യുവാൻ ആവശ്യമായ ജ്ഞാനത്തെ തന്നെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ അങ്ങ് എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ അങ്ങ് എന്നെ സഹായിക്കണം. ശലോമോൻ ജ്ഞാനത്തിലാണ് ജീവിച്ചത്. ജോസഫ് ദൈവിക ജ്ഞാനമാണ് ഉപയോഗിച്ച്, ദാനിയേൽ ദൈവിക ജ്ഞാനമാണ് ഉപയോഗിച്ച്, യേശു ദൈവിക ജ്ഞാനമാണ് ഉപയോഗിച്ച്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ ആ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ദിവസമുള്ള പ്രാർത്ഥനയായിരിക്കണം കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിലെ ജ്ഞാനത്തിൽ ജീവിക്കുവാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ ഭാരപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്
വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദിവസവും ദൈവത്തിൻ്റെ ജ്ഞാനം ചോദിക്കുക, പരാജയപ്പെടാതെ ജീവിക്കുവാൻ, അവൻ തകർന്നു പോകാതെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം അവൈലബിളാണ്. ചോദിക്ക്, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. ഗോഡ് ബ്ലെസ് യു.